ശ്രീ പി സുമോദ്, അങ്ങേക്ക് 9 മിനിറ്റ്. സാർ, ഞാൻ ഈ ബഡ്ജറ്റിനെ പിന്തുണയ്ക്കുകയാണ് സാർ. സാർ, എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട അംഗം ശ്രീ റോജി ജോണിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഈ സഭയിൽ BJPയുടെ പ്രതിനിധിയുടെ കുറവ് നികത്തുന്ന രൂപത്തിൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കുറുപ്പിൻ്റെ കണക്ക് പുസ്തകം എന്ന രൂപത്തിൽ ഇവിടെ വിദണ്ഡവാദങ്ങൾ അവതരിപ്പിച്ച് കേന്ദ്രത്തെ ന്യായീകരിക്കുന്ന രൂപത്തിലേക്കുള്ള പ്രസംഗമാണ് റോജി ഇവിടെ നടത്തിയത്. സാർ, കേന്ദ്ര അവഗണനയുടെ കാർമേഘത്തിന്റെ കീഴിലായി കേരളം ആഗ്രഹിക്കുന്ന ഈ കാലത്ത് തകരില്ല കേരളം, തകരില്ല കേരളം എന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനമാണ് സാർ ഈ സൂര്യോദയ ബഡ്ജറ്റ്. സാർ, എല്ലാത്തിനെയും എതിർക്കുക എന്ന സമീപനമാണ് കേരളത്തിലെ കോൺഗ്രസിനുള്ളത്, UDF-നുള്ളത്. എല്ലാത്തിനെയും എതിർക്കുക. ഇപ്പൊ ഈ ബഡ്ജറ്റിനെയും എതിർക്കുകയാണ് സാർ. ഇപ്പൊ നവകേരള സദസ്സിനെ എതിർക്കുന്ന സമീപനമാണ് അവർ കേരളത്തിലുടനീളം എടുത്തത്. സാർ, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലുടനീളം 10,000-കണക്കിന് വരുന്ന ജനങ്ങളുമായാണ് സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിമാരും സംവദിച്ചത്. സാർ, ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിൻ നടക്കുമ്പോൾ അതിനെ തകർക്കാൻ വേണ്ടി സാർ വിചാരണ സദസ്സ് നടത്തുന്ന സാഹചര്യമുണ്ടായി. ആ വിചാരണ സദസ്സ് നനഞ്ഞ പടക്കമായി, 8 നില പൊട്ടി. സാർ, ഇപ്പോ അതിൻ്റെ 2ാം ഭാഗമായ സമരാഗ്നി എന്ന പുതിയ ഒരു ക്യാമ്പയിനുമായി വന്നിരിക്കുകയാണ്. സാർ, അണയാൻ പോകുന്ന അഗ്നിയാണ് സാർ സമരാഗ്നി. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി ആ സമരാഗ്നി എരിഞ്ഞ് ചാരമായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സാർ. സാർ, ഞങ്ങൾ ഈ കേരളത്തിൽ വികസനത്തിന്റെ സാധ്യതകൾ അതിശക്തമായി മുന്നോട്ട് വെക്കുന്ന ഭരണത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ തന്നെ അതോടൊപ്പം തന്നെ കേന്ദ്ര അവഗണനയ്ക്കെതിരായി കൊണ്ടുള്ള അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ സാർ, കഴിഞ്ഞ ഫെബ്രുവരി 8-ാം തീയതി ഡൽഹിയിൽ നടന്ന സമരം. സാർ, 1967-ൽ സഖാവ് EMS ആണ് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയും ആധുനിക കേരളത്തിൻ്റെ ശില്പിയുമായ സഖാവ് EMS ആണ് ഭരണവും സമരവും എന്ന പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത്. അതിൻ്റെ പ്രായോഗികമായ ആവർത്തനമാണ് ഫെബ്രുവരി 8-ാം തീയതി ഡൽഹിയിൽ നടന്നത്. സാർ, ഈ രാജ്യത്താകമാനമുള്ള പ്രതിപക്ഷത്തിൻ്റെ ഐക്യം, അതോടൊപ്പം തന്നെ മാധ്യമ ശ്രദ്ധ എന്താണ് BJP വിരുദ്ധ സംസ്ഥാന സർക്കാരുകളോട് കേന്ദ്രം ചെയ്യുന്നത് എന്ന് ന്യായമായും ഡൽഹിയുടെ ഇന്ദ്രപ്രസ്ഥത്തിനകത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്ന സമരമായി ആ സമരവും മാറി. അപ്പൊ ആ സമരത്തെ പോലും പുച്ഛിക്കുകയും ആ സമരത്തെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്ന സമീപനമാണ് നവകേരള സദസ്സ് പോലെ തന്നെ ഇവിടെ UDF-ഉം എടുക്കുന്നത്. സാർ, ഇപ്പോൾ ഇത് ടൂറിസത്തിൻ്റെ ഒരു കാലമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ടൂറിസത്തിന് വലിയ സാധ്യതയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ റീൽസിലും അതോടൊപ്പം തന്നെ പലപ്പോഴും അവരുടെ നവമാധ്യമങ്ങളിലൊക്കെ തന്നെ പ്രധാനമായി ഉയർത്തുന്ന ഒരു ഡയലോഗുണ്ട്. അത് മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു ട്രിപ്പ് എന്നതാണ്. എന്നാൽ അത് ഇപ്പോൾ മാറി കോൺഗ്രസ് വഴി BJP-യിലേക്കൊരു ട്രിപ്പ് എന്ന രൂപത്തിലേക്ക് മാറേണ്ട സാഹചര്യമാണ്. സാർ, അവരുടെ ദേശീയ പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 411 MLA-മാരാണ് മറുകണ്ഠം ചാടിയത് എന്ന്. സാർ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കമൽനാഥ് പോയി. ഇങ്ങനെ ഈ രാജ്യത്തും കേരളത്തിലുമെല്ലാം BJP-യിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഏജൻസിയായി കേരളത്തിലെ രാജ്യത്തെ കോൺഗ്രസ് മാറുന്ന സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സാർ, ഈ അടുത്ത കാലത്ത് തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പത്രപ്രസ്താവന ലീഗിന്റെ സമുന്നത നേതാവ് സാദിഖ് അലി തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുമെന്നതാണ്. സാർ, മഹാനായ CH RSS-നെ സംബന്ധിച്ച് പറഞ്ഞത്, RSS-നെ സംബന്ധിച്ച് നിങ്ങൾ പത്രപുസ്തകം നോക്കൂ. മഹാനായ CH RSS-നെ സംബന്ധിച്ച് പറഞ്ഞത് കടലിൽ പായിട്ട് നിസ്കരിക്കേണ്ടി വന്നാലും RSS-നെ വിശ്വസിക്കരുത് എന്നാണ്. അങ്ങനെയുള്ള പാരമ്പര്യമുള്ള ലീഗിന്റെ പുതിയ കാലത്തെ സംസ്ഥാന പ്രസിഡന്റ് ഈ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സാർ, ഗ്യാൻ വ്യാപി, താജ്മഹൽ,
ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ചട്ടം പറയൂ. പറയൂ പ്ലീസ് സുമോ. സഭയിലില്ലാത്ത കേരളം ആദരിക്കുന്ന മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ച് വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് രേഖയിൽ നീക്കം ചെയ്യണം. ചെയർ പരിശോധിച്ച് ആവശ്യമായ തീരുമാനം. സാർ, വേണമെങ്കിൽ ഈ കാര്യത്തെ സംബന്ധിച്ച് പ്രസ് മീഡിയ സാറിന് നോട്ട് ചെയ്യാം. സാർ, ഈ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സാർ, കഴിഞ്ഞ ദിവസം CPM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രസംഗിക്കുകയുണ്ടായി. അദ്ദേഹം ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു. ഇപ്പോൾ BJP സർക്കാർ രാജ്യത്ത് ഭാരതരത്ന പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വോട്ട് ബാങ്കിന് വേണ്ടിയാണ്. ഇപ്പോൾ കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന പ്രഖ്യാപിച്ചപ്പോൾ ബീഹാർ നിതീഷ് കുമാർ BJP പാളയത്തിലെത്തി. UP-യിൽ ചൗധരി ചരൺ സിംഗിന് നൽകിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനും RLD നേതാവുമായ ജയന്ത് ചൗധരി അവർക്കൊപ്പം പോയി. കർഷക രോഷം ശമിപ്പിക്കാൻ ഹരിത വിപ്ലവത്തിന്റെ ശില്പി MS സ്വാമിനാഥനും BJP ഭാരതരത്ന പ്രഖ്യാപിച്ചു. സാർ, മറ്റൊരാൾ കൂടിയുണ്ട്. അത് മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവാണ്. റാവു ആരായിരുന്നു? കോൺഗ്രസിന്റെ ദേശീയ നേതാവും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. സാർ, എന്തിനാണ് ഭാരതരത്ന പ്രഖ്യാപിച്ചത്? ബാബറി മസ്ജിദ് പൊളിക്കാൻ RSSനെ സഹായിക്കുന്ന രൂപത്തിലേക്ക് അന്ന് രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിയായിരുന്നു നരസിംഹറാവു. ആ രൂപത്തിലേക്ക് നമ്മുടെ ഈ രാജ്യത്തെ വല്ലാത്ത രൂപത്തിൽ മത ശക്തികൾക്ക് ആധിപത്യം സ്ഥാപിക്കാൻ ആവശ്യമായ നിലപാടുകളാണ് അന്ന് എടുത്തത്. അതിന്റെ പ്രത്യുപകാരം എന്ന രൂപത്തിലാണ് നരസിംഹറാവുവിന് ഇപ്പോൾ പ്രഖ്യാപിച്ച ഭാരതരത്ന. സാർ, ഇനിയും കൂടുതൽ കോൺഗ്രസുകാരെ BJP വിലക്കെടുക്കും. ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന RSSന് എന്താണ് കുഴപ്പമെന്ന് ഞാൻ ഒരു കാലത്ത് RSSന്റെ ശാഖക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന് KPCC പ്രസിഡന്റ് ചോദിക്കുന്നു. സാർ, അദ്ദേഹത്തിന് കേന്ദ്ര സർക്കാർ പത്മശ്രീ കൊടുത്താലും അത്ഭുതപ്പെടേണ്ട എന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാർ, ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ണോടിച്ചാൽ ഒട്ടേറെ വികസനത്തിന്റെ സാധ്യതകൾ സർവ്വമേഖലയിലും ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ പ്രഖ്യാപനങ്ങളും അതോടൊപ്പം തന്നെ നടപ്പിലാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സാർ, ടൂറിസം മേഖലയിൽ 5000 കോടിയുടെ നിക്ഷേപം ഈ ബഡ്ജറ്റിന്റെ ഭാഗമായി ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. സാർ, 2025 നവംബറോടുകൂടി അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനം എന്ന നിലയിലേക്ക് കേരളം മാറാൻ ആവശ്യമായ ശ്രദ്ധേയമായ നിലപാട് ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സാർ, സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി അന്തർദേശീയ നിലവാരത്തിലുള്ള കെയർ സെന്ററുകൾ ഈ ബഡ്ജറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമുദ്രയാണ്. സാർ, ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകാൻ സംവിധാനം ഉണ്ടാകും എന്ന് ബഡ്ജറ്റിന്റെ ഭാഗമായി ധനമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സാർ, അധിക വിഭവ സമാഹരണത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് ഇനിയും അനുസ്യൂതം തുടരും എന്ന് പറഞ്ഞിട്ടുണ്ട്. സാർ, 2025 മാർച്ചിനകം 5 ലക്ഷം വീട് ഈ കേരളത്തിൽ ഉണ്ടാകും എന്നുൾപ്പെടെ ഈ ബഡ്ജറ്റിന്റെ ഭാഗമായി വന്നിട്ടുണ്ട്. സാർ, ഈ അവസരത്തിൽ എന്റെ മണ്ഡലത്തിൽ 2017 മുതൽ അന്ന് പ്രഖ്യാപിക്കപ്പെട്ട കിഫ്ബിയുടെ ഭാഗമായുള്ള കഴനി പഴമ്പാലക്കോട് റോഡ്, ആ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡാണ്. ഒന്ന് തൊട്ടപ്പുറത്തുള്ള ചേലക്കര, മറ്റൊന്ന് ആലത്തൂർ. ഈ 2 മണ്ഡലങ്ങളെയും പിന്നെ എൻ്റെ മണ്ഡലത്തെയും ബന്ധിപ്പിക്കുന്ന ആ റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണ്ടത്ര വീതിയില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് അതിനെ തടസ്സപ്പെടുന്ന രൂപത്തിലേക്കുള്ള സാഹചര്യം കിഫ്ബിയുമായി ബന്ധപ്പെട്ടുണ്ട്. എന്തായാലും 10 മീറ്റർ വീതിയിൽ റോഡ് അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ നിലയിലേക്ക് ആ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം അടിയന്തരമായി പൂർത്തീകരിക്കാൻ ആവശ്യമായ ഇടപെടൽ ബഹുമാനപ്പെട്ട ധനമന്ത്രി തന്നെ മുൻകൈയെടുത്ത് ചെയ്യണം. അതോടൊപ്പം തന്നെ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന സാധ്യതയായ വ്യവസായ പാർക്കിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ സ്ഥലമേറ്റെടുക്കൽ നടപടികൾ ഉൾപ്പെടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. 2026 കൂടി ആ വ്യവസായ പാർക്ക് യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ തീരുമാനത്തിലേക്ക് ഉൾപ്പെടെ ത്വരിതഗതിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ബഡ്ജറ്റിനെ പിന്തുണച്ചുകൊണ്ട് ഞാൻ അവസാനിച്ചു. താങ്ക് യു.